തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ വിമർശിച്ചതിന് മാധ്യമപ്രവർത്തക അറസ്റ്റിൽ. പൾസ് ന്യൂസ് ബ്രേക്ക് എഡിറ്റർ രേവതി പൊടകാനന്ദയാണ് പുലർച്ചെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തത്. രേവന്ത് റെഡ്ഡിയെ വിമർശിച്ചുള്ള കർഷകന്റെ ബൈറ്റ് സംപ്രേഷണം ചെയ്തതിനാണ് നടപടി. അറസ്റ്റിനെതിരെ തെലങ്കാന സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാണ്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചെയ്യുന്നു. ശ്രീനാഥ്, ആ അറസ്റ്റിന്റെ പശ്ചാത്തലം എന്താണ്? ഈ പൾസ് ന്യൂസ് ഒരു ഓൺലൈൻ യൂട്യൂബ് ചാനലാണ്. ഇതിലാണ് കഴിഞ്ഞ ദിവസം ഒരു കർഷകന്റെ ഒരു ബൈറ്റ്, ഒരു പ്രതികരണം സംപ്രേഷണം ചെയ്തത്. അതിൽ കർഷകൻ ഒരു ഭാഗത്ത് തെലങ്കാന മുഖ്യമന്ത്രിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. എന്നാൽ അതിനെ ആ വാർത്ത എന്നുള്ള തലത്തിനൊക്കെ അപ്പുറത്തേക്ക് തനിക്ക് മാനഹാനി ഉണ്ടാക്കിയെന്ന തരത്തിലാണ് രേവന്ത് റെഡ്ഡി അതിനെ സമീപിക്കുന്നത്. സർക്കാർ കോൺഗ്രസ് തന്നെ അതിനെതിരെ രംഗത്ത് വരികയും വലിയ കോലാഹലം ഉണ്ടായതാണ്. ഇന്നലെ ഇപ്പോൾ അർദ്ധരാത്രി ഈ ന്യൂസ് പോർട്ടലിന്റെ ഉടമയെ മാധ്യമ പ്രവർത്തകയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ വീട് വളഞ്ഞ് പുലർച്ചെയാണ് ഏതാണ്ട് 12ഓളം പോലീസുകാർ യൂണിഫോമിലെത്തി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നു. അവരുടെ ഭർത്താവിനെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരുടെ സഹപ്രവർത്തക തൻവി യാദവ് എന്നയാളെയും ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതിനെതിരെ വലിയ വിമർശനം ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയും മറ്റും ടാഗ് ചെയ്തുകൊണ്ട് വിമർശന പോസ്റ്റുകൾ ഉയർന്നിട്ടുണ്ട്. BRS നേതാവ് KT രാമറാവുവും ഇതാണോ പത്രസ്വാതന്ത്ര്യം എന്നതടക്കമുള്ള ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധിക്ക് നേരെ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ രാജ്യതലത്തിൽ തന്നെ, ദേശീയ തലത്തിൽ തന്നെ ഈ വിഷയം വലിയ ചർച്ചയായി മാറുന്നുമുണ്ട്. അതേസമയം തെലങ്കാനയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇതിലെന്തെങ്കിലും ഒരു പ്രതികരണം ഈ അറസ്റ്റിന് ശേഷം ഉണ്ടായിട്ടുമില്ല. ഹാഷ്മി. ഓക്കെ, ശ്രീനാഥ് ചന്ദ്രനാണ് മാധ്യമപ്രവർത്തകർ, യൂട്യൂബറാണെന്ന് തോന്നുന്നു. രേവതി പൊടകാനന്ദ, പൾസ് ന്യൂസ് ബ്രേക്ക് എന്ന് പറയുന്ന ഇതിൻ്റെ എഡിറ്ററാണ്. രേവതി പൊടകാനന്ദ പുലർച്ചെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിൽ രേവന്ത് റെഡ്ഡിയും തെലങ്കാന സർക്കാരും എന്താണ് കാരണം എന്നൊക്കെ വിശദീകരിക്കട്ടെ. ശ്രീനാഥാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.